ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവാത്തോരൻ. ഓ ഒന്ന് നിർത്തോ, ഞാൻ പറയണൊന്ന് കേക്കാമോ? കണവ മീൻ നല്ലോണം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. പിന്നെ സവാള അരിഞ്ഞത്, തേങ്ങ കഷ്ണങ്ങളാക്കി അരച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവാപ്പൊടി, മുളക് പൊടി, എരിവുള്ളതും കാശ്മീരിയും, പിന്നെ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി. ഫസ്റ്റ് സ്റ്റെപ്പ് കണവ വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് കണവ ഇട്ടിട്ട് വെറുതെ അങ്ങ് കണവ മാത്രം ഇട്ടാ പോരാ, ഇത്തിരി വെള്ളം ഒഴിക്കണം. ലേശം ഉപ്പും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വിസിൽ കേൾപ്പിക്കണം. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കിടന്നലറണ്ട, ദാ തുറന്ന് റെഡിയായി. അടുത്തത് അരപ്പിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഫസ്റ്റ് മിക്സിയുടെ ജാറിൽ നേരത്തെ പറഞ്ഞ തേങ്ങ കുറച്ചെടുത്തിടണം. മനസ്സിലായില്ലേ? അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ അത് കഴിഞ്ഞ് 2 തരം മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ലേശം നേരത്തെ പറഞ്ഞ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടൊന്ന് അരയ്ക്കണം. പിന്നെ കറിവേപ്പിലയും ചേർക്കാൻ മറക്കല്ല്, അതുകൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അടുത്തതായി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ വറ്റൽമുളകും ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. ലാസ്റ്റ് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്തോ മറന്നല്ലോ, ഇപ്പൊ കിട്ടി ഉപ്പ് കേട്ടാ, സോറി. ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിനെ കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കണം. അലക്കണ്ടതാ തുറന്നു. ഇതപ്പം ഏകദേശമൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. തോന്നലല്ല, ശരിയായി കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കണവ ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് അടച്ചു വേവിക്കുക. അത് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാലോ? അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം നേരത്തെ പോലെ തന്നെ ഇതിനെ കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കുക. ഫൈനലി ഇറ്റ്സ് റെഡി. സെർവിങ് ടൈം.